നമ്മുടെ ജീവിതത്തിൽ സാധ്യതകളെല്ലാം അടയുമ്പോഴും മുൻപിൽ ഇനി ഒരു സാധ്യതയുമില്ലെന്ന് തോന്നുമ്പോഴും പ്രതീക്ഷ കൈവിടാതെ ദൈവമുഖത്തേക്ക് നോക്കുന്ന അവൻ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. അവിടെ അനേക വിധവന്മാരുണ്ടായിരുന്നിട്ടും ആമേൻ അവസാന പ്രതീക്ഷയും കൈവിടാതെ ദൈവപ്രവർത്തിക്ക് വേണ്ടി കാത്തുനിന്ന ആ വീട്ടിൽ ദൈവം ഒരത്ഭുതം ചെയ്യുക. അവിടെ ദൈവപുരുഷൻ വന്നിട്ട് പറയുകയാണ്, നീ ആദ്യം എനിക്കൊരടയുണ്ടാക്കിക്കൊണ്ടുവരിക. അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, കലത്തിൽ ഒരു പിടി മാവും ഒരു തുരുത്തി എണ്ണയുമല്ലാതെ എൻ്റെ കൈവശം ഒന്നുമില്ല. ഇതുകൊണ്ട് ഒരടയുണ്ടാക്കി ഞാനും എൻ്റെ കുഞ്ഞും കഴിച്ചിട്ടും മരിക്കാൻ ഇരിക്കുകയായിരുന്നു എന്ന് അവൾ പറഞ്ഞിട്ട് ആമേൻ ദൈവപുരുഷൻ പറഞ്ഞതുപോലെ അവൾ അടയുണ്ടാക്കാൻ പോയിട്ട് വന്നപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതം അവിടെ നടക്കുക. അവിടെ ദൈവപുരുഷൻ പറയുന്നൊരു കാര്യമുണ്ട്, യഹോവ ഭൂമിയിൽ മഴ പെയ്ക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയില്ല. അതേ പ്രിയരെ, ദേശം മൊത്തം 3 വർഷവും 6 മാസവും ക്ഷാമത്താൽ വലഞ്ഞപ്പോ ആ വീട്ടിൻ്റെ അകത്ത് അവസാന പ്രതീക്ഷയും ദൈവത്തിൽ അർപ്പിച്ച് ദൈവമുഖത്തേക്ക് നോക്കിയ അവളെ, ആ കുഞ്ഞിനെ ആമേൻ ദൈവം അവിടെ പോറ്റിപ്പുലർത്തുക. പരിശുദ്ധാത്മാവ് പറയുന്നു, സാഹചര്യങ്ങളും സാധ്യതകളും ഒക്കെ നമുക്ക് എതിരാണെങ്കിലും പ്രതീക്ഷ നഷ്ടപ്പെടാതെ ദൈവമുഖത്തേക്ക് നമ്മൾ നോക്കിയാൽ ആമേൻ നമ്മൾ ചിന്തിക്കാത്ത ആ സമയങ്ങളിൽ ഒരു ദൈവപ്രവൃത്തി ആ അവസാന സമയത്ത് ദൈവം ചെയ്യുക തന്നെ ചെയ്യും. ഈ വചനം കേൾക്കുന്ന ആരുടെയൊക്കെയോ ജീവിതത്തിൽ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു കൈവിട്ടു പോയെന്ന് തോന്നുന്നെങ്കിൽ അത് കൈവിട്ടു പോയിട്ടില്ല. ഒരു ദൈവപ്രവൃത്തി അവസാന സമയത്ത് നടക്കുവാൻ പോകുന്നു. തികഞ്ഞ പ്രത്യാശയോടെ, തികഞ്ഞ വിശ്വാസത്തോടെ, അവസാന പ്രതീക്ഷയും ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ആമേൻ ദൈവമുഖത്തേക്ക് നോക്കുന്നെങ്കിൽ ഒരത്ഭുത പ്രവൃത്തി ആ വിഷയത്തിന്റെ മേൽ, നിങ്ങളെ അലട്ടുന്ന ആ വിഷയത്തിന്റെ മേൽ കർത്താവ് ചെയ്യുന്നു. ഈ വചനം നിങ്ങൾ ഏറ്റെടുക്കുക. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.